നീതി ആയോഗിനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഈ ഒന്ന് ശരിയല്ല, അതായത് തെറ്റ് വായിക്കുന്നില്ല, ശരി മാത്രം വായിക്കാം. ചെയർമാൻ പ്രധാനമന്ത്രിയാണ്, ആസൂത്രണ കമ്മീഷന് പകരമായതാണ്, സഹകരണ ഫെഡറലിസം മുഖ്യ ലക്ഷ്യമാണ്. നീതി ആയോഗ് സംബന്ധിച്ച് ശരിയല്ലാത്തത് ഓപ്ഷൻ 1 മാത്രമാണ്. നവരത്ന, മിനിരത്ന എന്നീ വാക്കുകൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 14 D ആണ്. 1, 3, 4 ആണ് ഉത്തരം. 1 സാമ്പത്തിക പരിഷ്കാരങ്ങൾ 1991, ഇന്ത്യൻ വ്യവസായ മേഖല, 3 സ്വകാര്യവൽക്കരണം. ഇതെല്ലാം നവരത്ന, മിനിരത്ന എന്നീ വാക്കുകൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. അത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് എന്നാണ്? 15 B ആണ് ഉത്തരം. 1998 ഏപ്രിൽ 12 സെബി സ്ഥാപിതമായത്. ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം 16 ഉത്തരം D ആണ്. 4 മാത്രം ബന്ധമില്ല. ഡോക്ടർ രാജാറാമിന് ബന്ധമില്ല. നോർമൻ ബോർലോഗ്, വില്യം ഗാർഡ്, ഡോക്ടർ MS സ്വാമിനാഥൻ ഹരിത വിപ്ലവവുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. 2025-26 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനകമ്മി GDPയുടെ എത്ര ശതമാനമാണ്? 17 A ആണ്, 4.4%. 2025-26 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനകമ്മി GDPയുടെ എത്ര ശതമാനമാണ്? 4.4%. 2025 നടന്ന ICC വനിതാ ലോകകപ്പിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയേത്? 18 ഉത്തരം C ആണ്. 1, 3, 4 ശരിയാണ്. കിരീടം നേടിയത് ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ടീം ഓസ്ട്രേലിയയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് 2025 മാരിസാൻ കാപ്പ് നേടി. അപ്പോൾ കിരീടം നേടിയത് ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ കിരീടം നേടിയത് ടീം ഓസ്ട്രേലിയയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് 2025 മാരിസാൻ കാപ്പാണ് നേടിയത്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? 19 ഉത്തരം C ആണ്. 1950 ജനുവരി 26. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ആരാണ്? 20ാമത്തെ ചോദ്യം. A ആണ് ആൻസർ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്.